ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിളാണ്. അതായത് ട്രാൻസാക്ഷൻ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട്, സോ അതിലുള്ള ഓരോ സ്റ്റേറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഡയഗ്രം നിങ്ങൾ ആദ്യം മനസ്സിൽ ഓർത്ത് വയ്ക്കുക, വരച്ച് പഠിക്കുക. എങ്ങനെയാണ് ഡയഗ്രം നോക്കൂ. ബിഗിൻ, ആക്റ്റീവ്, പാർഷ്യലി കമ്മിറ്റഡ്, ദെൻ ഫെയിൽഡ്, കമ്മിറ്റഡ്, അബോർട്ടഡ്, ദെൻ ലാസ്റ്റ് എൻഡ്. അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കുക, എന്നിട്ട് അതിലുള്ള ഓരോന്നും എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബിഗിൻ ചെയ്തു. ഓക്കെ, അതിൽ ഫസ്റ്റ് ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് സ്റ്റേറ്റിലേക്കാണ് അത് പോണത്. ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ട്രാൻസാക്ഷൻ എന്ത് ട്രാൻസാക്ഷൻ ആണോ ചെയ്യുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേറ്റിനാണ് എന്ത് പറയുന്നത്, ആക്റ്റീവ് സ്റ്റേറ്റ്. ഇവിടെയാണ് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് ആരോ മാർക്ക് പോകുന്നത് പാർഷ്യലി കമ്മിറ്റഡിലേക്കാണ്. എന്താ പാർഷ്യലി കമ്മിറ്റഡ്? When a transaction executes its final operation, it is said to be in partially committed state. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതതിൻ്റെ ഫൈനൽ ഓപ്പറേഷൻ ചെയ്യാൻ റെഡിയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റാണ് പാർഷ്യലി കമ്മിറ്റഡ്. ഓക്കെ, ദെൻ അടുത്തത് ഫെയിൽഡ് സ്റ്റേറ്റ്. ഫെയിൽഡ് സ്റ്റേറ്റ് എന്താ, നമുക്കിപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ മേ ബി നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഫെയിലേഴ്സ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പാർഷ്യലി കമ്മിറ്റഡ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫെയിലർ വന്നു കഴിഞ്ഞാൽ ഫെയിൽ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫെയിൽ സ്റ്റേറ്റിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്, അബോർട്ടഡ്. ഫെയിൽഡിൽ നിന്ന് നേരെ അതിൻ്റെ ഈ ഫെയിൽഡ് സ്റ്റേറ്റിലാണ് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഫെയിൽഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ദെൻ അബോർട്ടഡ്. ഫെയിൽഡ് സ്റ്റേറ്റിൽ റിക്കവറി ഒക്കെ ചെയ്തെടുത്തിട്ട് പിന്നെ അബോർട്ടഡ് സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. അബോർട്ടഡ് സ്റ്റേറ്റ് എന്താണ്, ഇഫ് എനി ഓഫ് ദ ചെക്സ് ഫെയിൽസ് ട്രാൻസാക്ഷൻ ഹാസ് റീച്ച്ഡ് എ ഫെയിൽഡ് സ്റ്റേറ്റ്, ദെൻ ദ റിക്കവറി മാനേജർ റോൾസ് ബാക്ക് all its right operations on the database to bring the database to its original state. അതായത് നമ്മൾ ഫെയിൽഡ് സ്റ്റേറ്റിൽ നിന്ന് എല്ലാ ഡാറ്റയൊക്കെ അതായത് ഫെയിലേഴ്സ് സംഭവിച്ച ഡാറ്റയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുത്ത് അതിനെന്താണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ഈ അബോർട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എറേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി അത് പിന്നെയും അതൊക്കെ തിരുത്തിയതിൻ്റെ ശേഷം ഒരു എക്സിക്യൂഷൻ നടക്കില്ലേ, അതിനെയാണ് അബോർട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്ത് ചെയ്യും, അത് അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ കമ്മിറ്റഡ് സ്റ്റേറ്റ് കൂടെ പറയുന്നുണ്ട്. കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എന്താ പറയുന്നത്, നേരത്തെ നമ്മൾ പാർഷ്യലി കമ്മിറ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പാർഷ്യലി കമ്മിറ്റഡിൽ ദെൻ കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്കാണ് ആ ഡയഗ്രത്തിൽ നിന്ന് നേരെ പോണത് അല്ലേ. ആ കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എന്താണ്, ഇഫ് എ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ഓൾ ഇറ്റ്സ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി. അതായത് പാർഷ്യലി കമ്മിറ്റഡിൽ എന്ന് പറയുമ്പോൾ അത് ഫൈനൽ ഓപ്പറേഷൻ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർഷ്യലായിട്ട് എന്തായിട്ടുണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. അവിടുന്ന് കമ്മിറ്റഡിലേക്ക് വരുമ്പോൾ എന്താണ്, എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിനെയാണ് കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇഫ് എ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ഓൾ ഇറ്റ്സ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി ഇറ്റ് ഈസ് സെറ്റ് ടു ബി കമ്മിറ്റഡ്. എല്ലാ ഓപ്പറേഷൻസും അതിലുള്ളത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യും, അതായത് എൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി, അതായത് JDBC. JDBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് JDBC. ഇതിലെന്താണ് SQL കമാൻഡ്സ് ഒക്കെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും, അതുപോലെ തന്നെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ആക്ച്വലി എന്ത് പ്രോസസ്സാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ SQL കമാൻഡ്സ് സെൻഡ് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് JDBC. ഈ JDBC ഈസ് ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി
is a Java API for connecting programs written in Java to the data in relational databases. ഈ JDBCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ജാവയാണ്. ജാവ API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്. നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ API ആണ് നമ്മൾ ഈ JDBC കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ it consists of a set of classes and interfaces written in Java programming language. അതായത് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകത അതിൽ സെറ്റ് ഓഫ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കുറേ ടേംസ് ഉണ്ട് എന്തിൽ ജാവ പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ JDBC കണക്ടിവിറ്റി ആകുമ്പോൾ ജാവയിലുള്ള കുറേ ഫീച്ചേഴ്സ് എന്തിൽ വരും, നമ്മൾ ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ക്ലാസ്സസും ഇൻ്റർഫേസസും ഒക്കെ. Then it provides a standard API for tool or database developers and make it possible to write database application using a pure Java API. അതായത് നമ്മളിപ്പോൾ ഈ JDBC ഡെവലപ്പേഴ്സിന് എന്താണ് ഈ ഒരു API ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് ഒരു ടൂളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു റൈറ്റ് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ്. നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു API യൂസ് ചെയ്യണം. അത് നമ്മൾ ഡെവലപ്പേഴ്സ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എ സ്റ്റാൻഡേർഡ് ഡിഫൈൻഡ് ബൈ സൺ മൈക്രോസിസ്റ്റം അലോയിങ് ഇൻഡിവിജ്വൽ പ്രൊവൈഡേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ദ സ്റ്റാൻഡേർഡ് വിത്ത് ദെയർ ഓൺ JDBC ഡ്രൈവേഴ്സ്. അതായത് സൺ മൈക്രോസിസ്റ്റം എന്നൊക്കെ പറയുന്ന കമ്പനീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മളുടെ ഈ JDBC പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, JDBC ഡ്രൈവേഴ്സ്. അവർക്ക് അവരുടേതായിട്ടുള്ള JDBC ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ വിത്ത് എ ഡാറ്റാബേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്ത് വേണ്ടിയിട്ടാണ്, ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ സെൻസ് SQL സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിസൾട്ട് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തിലെഴുതുക, JDBCയിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജോയിൻ ഓപ്പറേഷൻ. SQL ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ. എന്തിനാണ് ജോയിൻ? നമ്മൾ 2-3 ടേബിൾസൊക്കെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ജോയിൻ ഓപ്പറേഷൻ. ടു കമ്പൈൻ റോസ് ഫ്രം 2 or more ടേബിൾസ്, 2 അതിൽ കൂടുതലോ ടേബിൾസിലുള്ള റോസിനെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ജോയിൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻ ഉണ്ട്. ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഫുൾ ജോയിൻ. ഇതെന്തൊക്കെയാണ്? ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂസ് വിത്ത് ഇൻ ബോത്ത് ടേബിൾസ്. 2 ടേബിളിലുള്ള മാച്ചിങ് ആയിട്ടുള്ള വാല്യൂസ് മാത്രം അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് മാത്രമാണ് നമുക്ക് പുതിയൊരു ടേബിളായിട്ട് 2 ടേബിളിലുള്ള ഒരുപോലെയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യും, വേറൊരു ടേബിളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്താണ്? ലെഫ്റ്റ് ടേബിൾ, ഇപ്പോൾ 2 ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ടേബിൾ ഒന്നും റൈറ്റ് ടേബിൾ ഒന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ജോയിനിൽ എന്താ വരുന്നത്, ലെഫ്റ്റ് ടേബിൾ അതായത് ആദ്യത്തെ ഉള്ള ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സിനെയും റിട്ടേൺ ചെയ്യും. ദെൻ എന്ത് ചെയ്യും, മാച്ചിങ് ആയിട്ടുള്ള അതായത് റൈറ്റ് ടേബിളിൽ മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് ഈ ലെഫ്റ്റ് ജോയിനിൽ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത്. ദെൻ റൈറ്റ് ഔട്ടർ ജോയിനിൽ എന്താണ്, റൈറ്റിലുള്ള എല്ലാ ഡാറ്റേനും റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റ് ടേബിളിൽ മീൻസ് ആദ്യത്തെ ടേബിളിലുള്ള എയോ ബിയോ അതിൽ ഏതും ആവാട്ടോ. അപ്പോൾ റൈറ്റ് ടേബിളിലുള്ള എല്ലാത്തിനും റിട്രീവ് ചെയ്യും. അതുപോലെ തന്നെ ഫസ്റ്റുള്ള ലെഫ്റ്റിലുള്ള ടേബിളിലുള്ള മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ്സാണ് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ഫുൾ ജോയിൻ എന്താ, റിട്ടേൺ ആൾ റെക്കോർഡ്സ് വെൻ ദർ ഈസ് എ മാച്ച് ഇൻ എയ്തർ ലെഫ്റ്റ് ഓർ റൈറ്റ് ടേബിൾ. അതായത് ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ മാച്ചിങ് ആയിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ജോയിനിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ കമാൻഡാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്നർ ജോയിൻ, അതുപോലെ തന്നെ ഫുൾ ഔട്ടർ ജോയിൻ്റെ സിൻടാക്സും അത് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇത്രയാണ്. ജോയിനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ നമ്മൾ 3rd മൊഡ്യൂളിൽ ജോയിൻ്റെ കുറച്ച് ഡയഗ്രാംസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളതും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം.
ഓക്കെ, അപ്പോൾ കുറച്ച് മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതുക. കണ്ടൻസ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി, ജോയിൻ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. അതിലത്തെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സിൻടാക്സ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ, പക്ഷേ ഡെഫിനിഷനും കാര്യങ്ങളും ഡയഗ്രാംസും ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, നെക്സ്റ്റ് വ്യൂ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. SQL വ്യൂസ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിർച്വൽ ടേബിളാണ്. നമ്മൾ സാധാ ഉള്ള ഒരു ടേബിളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു വിർച്വലായിട്ട്, മീൻസ് ഉണ്ട് എന്നാൽ ഇല്ല എന്നുള്ളൊരു രൂപത്തിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിളാണ് വിർച്വൽ ടേബിൾ എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വിർച്വൽ ടേബിൾ. അതിലെന്താണ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് സെറ്റ് ഓഫ് ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ്. അതായത് SQL സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു വിർച്വൽ ടേബിളിൽ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ വ്യൂവിൽ എന്തൊക്കെയാണ്? റോസും കോളംസും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ സാധാ ടേബിളിലുള്ള പോലെ തന്നെ വ്യൂവിൽ എന്തുണ്ടായിരിക്കും? റോസും കോളംസും ഒക്കെ ഉണ്ടായിരിക്കും. ദ ഫീൽഡ്സ് ഇൻ എ വ്യൂ ആർ ഫീൽഡ്സ് ഫ്രം വൺ ഓർ മോർ ടേബിൾസ്. അതായത് ഇപ്പോൾ ഈ വ്യൂ അല്ലെങ്കിൽ വ്യൂ ടേബിളിലുള്ള ഫീൽഡ്സ് അല്ലെങ്കിൽ അതിലുള്ള ഓരോ കോളംസും ഇല്ലേ, അത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഓരോ റോ എന്തായിരിക്കും? ഒന്ന് അതിൽ കൂടുതലോ ടേബിളിലുള്ള ഫീൽഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. കാരണം നമ്മളെന്താണ്, ഒരു ക്വറി കൊടുത്തതിൻ്റെ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ ടേബിളിൽ കാണുന്നത്. ഓക്കെ, so you can add SQL functions were and join statements to view and present data as if a data were coming from one single table. നമുക്ക് were അല്ലെങ്കിൽ join എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ ചെയ്യാൻ പറ്റും. ആൻഡ് പ്രസൻറ്റ് ദ ഡാറ്റ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ്. വ്യൂ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രിയേറ്റ് വ്യൂ, വ്യൂവിൻ്റെ നെയിം നമ്മൾ ക്രിയേറ്റ് ടേബിൾ നെയിം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ വ്യൂ എന്ന് പറയുന്നൊരു ടേബിളാണ്, ഒരു വിർച്വൽ ടേബിളാണ്. അപ്പോൾ ക്രിയേറ്റ് വ്യൂവിൻ്റെ നെയിം കൊടുക്കുക. ആസ് സെലക്ട് കോളം 1 ഏതൊക്കെ കോളംസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഫ്രം ഏത് ടേബിളിൻ്റെ നെയിമാണോ അത് കൊടുക്കുക. വേർ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് SQL അപ്ഡേറ്റിംഗ് വ്യൂ, നമുക്ക് ആ വ്യൂ ടേബിളിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്നാണ് കൊടുക്കുന്നത്. റീപ്ലേസ് വ്യൂവിൻ്റെ നെയിം കൊടുക്കുക. ദെൻ ആസ് സെലക്ട് ഏതൊക്കെയാണ് കോളംസ് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. ഏത് ടേബിളാണ് അത് കൊടുക്കുക. ദെൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക വേർ വെച്ചിട്ട്. ഇനി നമുക്ക് ആ വ്യൂ ഡ്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് വ്യൂവിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യൂ അല്ലെങ്കിൽ ആ ഒരു വിർച്വൽ ടേബിൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, വ്യൂ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ഒരു വ്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, പിന്നെ വ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളതിൽ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. അഗ്രിഗേറ്റ് ഫങ്ഷൻസിൽ വരുന്നതാണ് മിന്ന്, മാക്സ്, കൗണ്ട്, ആവറേജ്, സമ്മ്. ഇത്രയും അഗ്രിഗേറ്റ് ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി അത് സെപ്പറേറ്റ് ചോദിച്ചാലും ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻ ചോദിച്ചാലും നിങ്ങൾ സെയിം തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസിൽ വരുന്നതാണ് മിന്ന്, മാക്സ്. നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ലാബിൽ. അപ്പോൾ നിങ്ങൾ മറക്കരുത്, അഗ്രിഗേറ്റ് ഫങ്ഷനിൽ വരുന്നതാണ് മിന്ന്, മാക്സ്, കൗണ്ട്, ആവറേജ്, സമ്മ്. അതെങ്ങനെയാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്? അപ്പോൾ നമുക്കറിയാം അഗ്രിഗേറ്റ് ഫങ്ഷൻസ് മിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ നമുക്ക് എന്താണ് സിംഗിൾ ഒരു റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം മിന്നെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നതിനാ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മാർക്കിൻ്റെ മിനിമം കാണണം, ഒരുപാട് മാർക്കുകൾ ഉണ്ടായിരിക്കും, അതിലൊരു മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരുപാട് വാല്യൂസ് നമുക്കൊരു ചെറിയൊരു ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ഡാറ്റയിൽ നിന്ന് സിംഗിൾ ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഫംഗ്ഷൻ റിട്ടേൺ ദ സ്മാളസ്റ്റ് വാല്യൂ ഓഫ് എ സെലക്റ്റഡ് കോളം. അതായത് കോളം ഏതും ആവാം, നമ്മളിപ്പോൾ ഏതാണോ ടേബിൾ, ഇപ്പോൾ മാർക്കായിരിക്കാം, ചിലപ്പോൾ ഏജ് ആയിരിക്കാം, അങ്ങനെ എന്തും ആവാം. അപ്പോൾ അതിൽ നിന്ന് മിനിമം വാല്യൂവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ മാക്സ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെലക്ട് ഏത് കോളത്തിൻ്റെ നെയിം കൊടുക്കുക, ഫ്രം ടേബിളിൻ്റെ നെയിം കൊടുക്കുക,
ദെൻ ഫ്രം ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര് കൊടുക്കുക. വേർ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ മാക്സ് എന്താണ്, സെലക്ട് മാക്സ് എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുക, ഏത് കോളാണ്. ദെൻ ഫ്രം ടേബിളിൻ്റെ നെയിം, വേർ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ കൗണ്ട് എന്താണ്, കൗണ്ടിൽ എന്താണ്, നമുക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് എ നമ്പർ ഓഫ് റോസ് ദാറ്റ് മാച്ചസ് എ സ്പെസിഫൈഡ് ക്രൈറ്റീരിയ. എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് ഇത് എത്ര നമ്പർ ഉണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട്. ഓക്കെ, ഇപ്പോൾ വർഷ എന്നുള്ളൊരു പേര് അത് എത്ര ടൈംസ് ആ ഒരു ടേബിളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പലതും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആവറേജ്, AVG, അതായത് ഒരുപാട് വാല്യൂസിൻ്റെ, ഇപ്പോൾ മാർക്കിൻ്റെ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാലറിയുടെ ആവറേജ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് AVG എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സമ്മ്, നമുക്കിപ്പോൾ 2-3 സബ്ജക്റ്റിൻ്റെ മാർക്ക് ടോട്ടൽ സമ്മ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് സമ്മ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സിൻടാക്സ് ആണ് കൗണ്ടിൻ്റെ സെലക്ട് കൗണ്ട്, കോളം നെയിം ഫ്രം ടേബിൾ നെയിം, വർക്ക് കണ്ടീഷൻ. ആവറേജിൻ്റെ സെലക്ട് AVG, കോളം നെയിം ഫ്രം ടേബിൾ നെയിം, വർക്ക് കണ്ടീഷൻ. സമ്മിൻ്റെ എന്താണ്, സെലക്ട് സം, കോളം നെയിം ഫ്രം ടേബിൾ നെയിം, വർക്ക് കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിലെഴുതുക, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ DML കമാൻഡ്സ്. DML കമാൻഡ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റ മാനിപ്പുലേഷൻ കമാൻഡ്സ്, അല്ലെങ്കിൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതിലെന്താണ്, ഈ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇങ്ങനെയുള്ള കമാൻഡ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡ് മൊഡ്യൂളിൽ DML കമാൻഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. ഇൻസേർട്ട് എന്തിനാണ്, അപ്ഡേറ്റ് എന്തിനാണ്, ഡിലീറ്റ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതിൻ്റെ സിൻടാക്സ് എഴുതുക. നിങ്ങൾക്ക് ഇതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഓരോന്നും നോക്കുക. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് എന്താ, ഇൻസേർട്ട് എന്താ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഒന്നെങ്കിൽ DML കമാൻഡ്സ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാറ്റിക് രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ടേബിള്, അതിൽ നിന്ന് ഇത്ര പേര് ഷോ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ആവറേജ് കാണുക, അങ്ങനെ പറഞ്ഞിട്ടൊരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻസ് രീതിയിലാണ് ഈ ഒരു കമാൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അത് ഏത് രീതിയിലും വരാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും, അതായത് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് അങ്ങനെ നമ്മൾ DML കമാൻഡ്സിൻ്റെ സിൻടാക്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ചെയ്യേണ്ടത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിൻടാക്സ് അല്ലെങ്കിൽ എക്സാമ്പിളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.